ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ജൂലൈ മാസം ഏകദേശം പകുതി പൂർണ്ണമായിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും അതുപോലെ തന്നെ വിവിധ ഭാഷകളിലായി വളരെ പ്രധാനപ്പെട്ട സിനിമകളാണ് തിയേറ്ററിലെത്താനിരിക്കുന്നത്. ജൂലൈ 16 വ്യാഴാഴ്ച ജോജു ജോർജ് നായകനാകുന്ന വരവ് എന്ന സിനിമ തിയേറ്ററിലെത്തുകയാണ്. നേരത്തെ ഈ സിനിമ റിലീസിംഗ് തീരുമാനിക്കുകയും പിന്നീട് മാറ്റിവെക്കപ്പെട്ട സിനിമ കൂടിയാണ്. ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെ ആരംഭിക്കുകയുണ്ടായി. ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് AK സാജനാണ്. ചിത്രത്തിൽ അർജുൻ അശോകൻ, അഭിമന്യു തിലകൻ, ദീപക് പറമ്പോൾ, മുരളി ഗോപി, ബാബുരാജ്, സാനിയ അയ്യപ്പൻ, വാണി വിശ്വനാഥ്, ബൈജു എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. S ശരവണൻ ഛായാഗ്രഹണവും ഷമീർ മുഹമ്മദ് എഡിറ്റിംഗും നിർവഹിക്കുന്നു. സാംസിയസ് ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ജൂലൈ 17 വെള്ളിയാഴ്ച മലയാളത്തിലും കന്നഡയിലും ഒരേ സമയം തിയേറ്ററെത്തുന്ന സിനിമയാണ് അച്യുതാവതാരം. പുനിത്ത് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മാളവിക നന്ദൻ, അവിനാഷ്, സീമാജി നായർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ആനന്ദ് മീനാക്ഷി ഛായാഗ്രഹണവും മഹേഷ് എഡിറ്റിംഗും നിർവഹിക്കുന്നു. പ്രസന്നകുമാർ MS ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ക്രിസ്റ്റഫർ നോളൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ദി ഒഡീസി എന്ന ഇതിഹാസ ഫാന്റസി ആക്ഷൻ ഹോളിവുഡ് സിനിമ ഈ വരുന്ന ജൂലൈ 17 വെള്ളിയാഴ്ച തിയേറ്ററെത്തുകയാണ്. കേരളം ഉൾപ്പെടെ വമ്പൻ റിലീസ് ചാർട്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 17 വെള്ളിയാഴ്ച തിയേറ്ററെത്തുന്ന തമിഴ് സിനിമയാണ് അൻപേ ഡയാന. ചിത്രം തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്യുന്നത് പാരി ഇലവഴകനാണ്. പാരി ഇലവഴകൻ, രമ്യ രംഗനാഥൻ, ആദി നാരായണ, സെൽ മുരുകൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. തളപതി വിജയ് നായകനായി H വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ എന്ന സിനിമ ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഈ വരുന്ന ജൂലൈ 24 തിയേറ്ററിലെത്തുകയാണ്. AVN പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയിൽ പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മമിത ബൈജു, ഗൗതം വാസുദേവ് മേനോൻ, പ്രകാശ് രാജ്, നരയൻ, പ്രിയാമണി എന്നിങ്ങനെ വമ്പൻ താരനിരയും അണിനിരന്നിട്ടുണ്ട്. അനിൽ രവി പുടിയുടെ കഥയ്ക്ക് H വിനോദാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അനിരുദ്ധ് രവിചന്ദ്രാണ്. ഈ സിനിമയുടെ പ്രിന്റ് നേരത്തെ ലീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ എത്രത്തോളം വിജയിക്കും എന്ന് കണ്ടറിയേണ്ടതാണ്. ജൂലൈ 24 നിലവിൽ 3 മലയാള സിനിമകളുടെ റിലീസിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ലാ ആൻഡ് ഓർഡർ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. മോഹൻലാലിന്റെ തുടരും എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ പ്രകാശ് വർമ്മയാണ് ഈ സിനിമയിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിൽ അഭിരാമി, ഋതുദേവ് അയ്യപ്പൻ, ഷാനൂദ് ഇബ്രാഹിം, ഡോൺ മൈക്കിൾ, സജൽ സുദർശനൻ, നിജാദ് ബാബു തോമസ്, റിനോഷ് ജോർജ്, അമൽ ജോസ് ആന്റണി, ബോബി കുര്യൻ എന്നിങ്ങനെ പുതുമുഖ താരങ്ങൾ ഒട്ടനവധിയുണ്ട്. ജോ ഡാനിയൽ, ബിജിബാൾ എന്നിവരാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. പ്രശാന്ത് രവീന്ദ്രൻ ഛായാഗ്രഹണവും എഡിറ്റിംഗും മനോജ് കണ്ണോത്തുമാണ്. G മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത ഓട്ടം തുള്ളൽ എന്ന മലയാള സിനിമയാണ് ജൂലൈ 24 തിയേറ്ററെത്തുന്ന രണ്ടാമത്തെ സിനിമ. ബിനു ശശിറാം തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, വിജയരാഘവൻ, കലാഭവൻ ഷാജോൻ, ഹരിശ്രീ അശോകൻ, പോളി വത്സൻ, ടിനി ടോം, മനോജ് കെയു, കുട്ടി അഖിൽ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ബിനു ശശിറാം തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയുടെ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് രാഹുൽ രാജാണ്. പ്രദീപ് നായർ സിനിമാറ്റോഗ്രാഫിയും ജോൺ കുട്ടി എഡിറ്റിംഗും നിർവഹിക്കുന്നു. MA നിഷാദ് സംവിധാനം ചെയ്യുന്ന ലർക്ക് എന്ന മലയാള സിനിമയാണ് ജൂലൈ 24 തിയേറ്ററിലെത്തുന്ന മൂന്നാമത്തെ സിനിമ. ജുബിൻ ജേക്കബ്, MA നിഷാദ് എന്നിവരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രത്തിൽ സൈജു കുറുപ്പ്, അജു വർഗീസ്, TG രവി, MA നിഷാദ്, പ്രശാന്ത് അലക്സാണ്ടർ, ജാഫർ ഇടുക്കി, സുധീർ കരമന, വിജയ് മേനോൻ, സോഹൻ സീനുലാല്, അനുമോൾ K മനോഹരൻ, മഞ്ജു പിള്ള, മുത്തുമണി എന്നിങ്ങനെ വലിയൊരു താരനിരയാണ് അണിനിരന്നിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് രജീഷ് രാമനാണ്. വിപിൻ മണ്ണൂർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ചിത്രത്തിന്റെ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രകാശ് അലക്സ് ആണ്. ജൂലൈ 30 വ്യാഴാഴ്ച റിലീസ് ചെയ്യുന്ന മലയാള സിനിമയാണ് പ്ലൂട്ടോ. ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ആർഷ ചാന്ദിനി ബൈജു, അജു വർഗീസ്, ദിനേശ് പ്രഭാകർ, നീരജ് മാധവ്, നിഹാൽ സലീം, അൽതാഫ് സലീം, വിനീത് തട്ടിൽ, അദ്വൈത് അജയൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് നിയാസ് മുഹമ്മദാണ്. വിഷ്ണു ശർമ്മ ഛായാഗ്രഹണവും സനത് ശിവരാജ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. അർക്കാഡോ ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഉന്മാദം. ഷാഹി കബീർ തിരക്കഥ എഴുതി കിരൺദാസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ജൂലൈ 31 തിയേറ്ററെത്തുന്നത്. ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിശാഖ് നായർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. അർജുൻ സേതു സിനിമാറ്റോഗ്രാഫിയും കിരൺദാസ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. മുജീബ് മജീദാണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത് ജൂലൈ 31 തിയേറ്ററെത്തുന്ന തമിഴ് സിനിമയാണ് DC. ഫ്രാങ്ക്ലിൻ ജേക്കബ്, അരുൺ മാതേശ്വരൻ, അരുൺ രഞ്ജൻ എന്നിവരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ലോകേഷ് കനകരാജ്, വാമിക ഗബ്ബി, സഞ്ജന എന്നിവരാണ് പ്രധാന താരങ്ങൾ. ജൂലൈ 31 കേരളം ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെടുന്ന ഹോളിവുഡ് സിനിമയാണ് സ്പൈഡർമാൻ ന്യൂ ഡേ. ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൺ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 38ാമത്തെ ചാപ്റ്ററാണ് ഈ സിനിമ. അപ്പോൾ ഈ ജൂലൈ മാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ വിവിധ ഭാഷകളിലായി ഒട്ടനവധി പ്രധാനപ്പെട്ട സിനിമകളാണ് തിയേറ്ററെത്തുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.